ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചെടി എവിടെയും കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാ നഴ്സറികളിലും അന്വേഷിച്ച് നോക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തട്ടിപ്പുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഓൺലൈനായിട്ട് അവർ വിൽക്കാൻ വെച്ചിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. റോസിൻ്റെ ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന 89 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വെറൈറ്റി കളർ റോസിൻ്റെ വിത്തുകൾ, മിക്സ്ഡ് ആയിട്ടുള്ള വിത്തുകൾ നമുക്ക് അയച്ചു തരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സ്ട്രാ ഡെലിവറി ചാർജ് ഒക്കെ ഉണ്ട് തോന്നുന്നു. ഒരു ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. 482 രൂപയാണ് ഒരു വില, പക്ഷെ അവർ 81% ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. കാരണം പച്ച നിറത്തുള്ള റോസ് നമുക്കിതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ റോസൊക്കെ ചെടി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒന്ന് മേടിച്ചു പോകും, കാരണം നല്ലൊരു വെറൈറ്റി റോസാണ്. പക്ഷേ ഇപ്പം ചെടിയെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കും പിന്നെ അതുപോലെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു സംശയം തോന്നാം, ഇത് എഡിറ്റ് ചെയ്ത പിക്ചർ അല്ലേ എന്ന്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു എഡിറ്റ് ചെയ്ത പിക്ചർ തന്നെയാണ്. ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്താണ്, സാധാരണ റോസിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്താണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, അതിന്റെ ഒറിജിനൽ കളർ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ കളർ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഹ്യൂ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സാധാരണ റെഡ് റോസ് ആണിത്. ഈ റെഡ് റോസ് അവർ കളർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി ചേഞ്ച് ചെയ്താണ്, ഇത് ഹ്യൂ ചേഞ്ച് ചെയ്താണ്. അപ്പോൾ നമുക്കിതുപോലെ കളർ സെലക്ട് ചെയ്ത ശേഷം ഫ്ലവറൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പല കളറും വരുന്ന, നീലയൊക്കെ വരുന്നുണ്ട്, നീല, പിങ്ക്, പല കളറും. അങ്ങനെ നമുക്ക് ഏത് കളറും നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ അവർ ചേഞ്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തൊരു പിക്ചറാണിത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലർക്കും ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നും. ഇത് സെലക്ട് ചെയ്ത് ഓർഡർ കൊടുക്കും, പക്ഷേ നമ്മൾ പറ്റിക്കപ്പെടും. തണ്ണിമത്തന്റെ വിത്താണ് അവർ കൊടുക്കുന്നത്. 99 രൂപയുള്ളൂ. 100 രൂപ കൊടുക്കണ്ട, 1 രൂപ അവർ തിരിച്ചു തരും. അപ്പം തണ്ണിമത്തിന് അവർ ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് കളർ ചേഞ്ച് വരുത്തിച്ചാണ്, അതായത് റെഡ് ചേഞ്ച് ചെയ്തിട്ട് അവർ ഈ കളർ കൊടുത്തു. അപ്പോൾ ഇതിൽ വന്നൊരു കമന്റ് കണ്ടില്ലേ. അടുത്തത് നോക്കൂ, ഈ സംഭവം കണ്ട് എന്തെങ്കിലും ഒരു ചെടിയായിട്ട് തോന്നുന്നോ? ഒരു സംശയം വേണ്ട, നമ്മുടെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സക്ലന്റ് ഫാമിലിപ്പെട്ട ചെടിയാണത്. അതിന്റെ കളർ അവർ മാറ്റിയാണ്. അടുത്ത ചെടിയായി നോക്കൂ, കറുത്ത നിറത്തുള്ള തക്കാളി. അപ്പോൾ ഈ സംഭവം ശരിക്കുള്ള കേട്ടോ, കറുത്ത നിറത്തുള്ള തക്കാളി ശരിക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇതിന്റെ അവൈലബിലിറ്റി എത്രയാണെന്ന് അറിയില്ല. കാരണം ഈ ഒരു വിത്ത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അമേരിക്ക അതുപോലെ വിദേശ രാജ്യങ്ങളൊക്കെ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിന് വിത്ത് കിട്ടും. നമ്മുടെ ഇന്ത്യയിൽ ഇതിന്റെ വിത്ത് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. അവർ ക്ലൈംബിംഗ് റോസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, സാധാ റെഡ് അവർ ചേഞ്ച് ചെയ്താണ്. ഒരു എഡിറ്റിംഗ് വലിയൊരു അറിയാത്ത ഒരാൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഇലകളൊക്കെ നിറം മാറിപ്പോയിട്ടുണ്ട്. എഡിറ്റ് ചെയ്തപ്പം അതിൽ പച്ച ഇലകളൊക്കെ ചേഞ്ച് ആയിട്ട് വേറെ എന്തൊക്കെയോ കളറൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അടുത്ത നോക്കൂ, അഡേനിയമാണ്. ഫ്ലവർ അവർ മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും വീണ്ടും ഇരട്ടിപ്പിച്ചിട്ട് ആ ചെടി മുഴുവൻ പൂക്കൾ കൊണ്ട് മൂടിയ രീതി വെച്ചിരിക്കുകയാണ്. അടുത്ത റോസ് കണ്ടോളൂ, ഇതും ആളെ പറ്റിക്കാൻ വേണ്ടിയുള്ള റോസാണ്. അടുത്ത നോക്കൂ, നമ്മുടെ ബന്ദിപ്പൂവാണ്. ബന്ദിപ്പൂ ഇതുപോലെ കളർ ചേഞ്ച് വരുത്തിച്ചാണ്. സാധാരണ ഓറഞ്ച് ബന്ദിയിൽ അവർ കളർ ചേഞ്ച് ചെയ്തു. മുളയും അവർ വെറുതെ ഇട്ടിട്ടില്ല, ഒരു സാധാരണ മുളയെടുത്തിട്ട് അതിനെയും പെയിന്റ് അടിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആകർഷിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണിത്. അടുത്ത് നോക്കൂ, ഒരു മാവാണ്. ഈ മാവ് അവർ ഗ്രാഫ്റ്റ് ചെയ്ത മാവ്, ഡോർഫ് തായ്ലൻഡ് റെഡ് മാംഗോ പ്ലാന്റ്. അപ്പോൾ ഇവരിത് 499 രൂപയാണ് പറഞ്ഞത് ഗ്രാഫ്റ്റ് ചെയ്ത്. അപ്പോൾ ഈ മാവൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മാവ് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഡെലിവറി ആയി കിട്ടും മാവ്, പക്ഷേ ഈ മാവ് തന്നെയാണോ നമ്മൾ ഓർഡർ ചെയ്ത മാവെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ഇത്ര ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മാവ് ഓർഡർ ചെയ്തു, ഒരു തായ്ലൻഡ് മാവാണ് ഓർഡർ ചെയ്ത ശേഷം അദ്ദേഹത്തിന് കിട്ടിയത് ഒരു സാധാരണ വിത്ത് മുളപ്പിച്ചൊരു തൈയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇല ഒന്ന് ഞെരടി സ്മെല്ല് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കോമാവ് എന്ന് പറയുന്ന മാവിന്റെ ഇലയോടൊക്കെ ഒരുപാട് സ്മെല്ലിന് സാദൃശ്യം ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത സാധനം നോക്കാം. അടുത്ത് അവർ കൊടുത്തിരിക്കുന്ന ആഫ്രിക്കൻ ക്രൈസാന്തമം ഫ്ലവർ ആണ്. അതായത് ജമന്തി ആണെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിരിക്കുന്നത് സൂര്യകാന്തിയുടെ ഒരു പിക്ചർ എടുത്ത് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ ലൈവ് പ്ലാന്റുകൾ, ചെടികളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓർഡർ ചെയ്ത ചെടി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത്തരം തട്ടിപ്പുകാർ മിക്കവാറും പല ചെടിയുടെ ചിത്രങ്ങൾ ഓൺലൈനായിട്ട് എടുത്തിട്ട് അതിന്റെ പിക്ചർ കൊടുക്കും, എന്നിട്ട് അയച്ചു തരുന്ന ചെടി വേറെ എന്തെങ്കിലും ചെടിയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കും, എന്നിട്ട് നമുക്ക് കിട്ടുന്നതോ വേറെ എന്തെങ്കിലും ചെടിയായിരിക്കും. അപ്പോൾ അത്തരം തട്ടിപ്പിനൊന്നും മുതിരാതിരിക്കുക. ഇതിനിടയ്ക്ക് ജെന്യൂനായിട്ട് പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളുണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. ഒരു 10% പേരെങ്കിലും ജെന്യൂനായിട്ട് വിൽക്കുന്ന ആളുകളുണ്ടാവും. ഒരു 90% ഫ്രോഡാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
ഈ ഒരു 10% ആളുകൾ ഇവർ കാരണം ബുദ്ധിമുട്ടിലാകുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നഴ്സറിയുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളും അതുപോലെ പ്ലാന്റുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളൊക്കെ പണം കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് ഓൺലൈനായിട്ട് ചെടികൾ വിൽക്കുന്ന ഒരു പരിപാടിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രോഡക്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല പ്രോഡക്റ്റുകളും അവർ കൊടുത്തിരിക്കുന്നത് വേറെ എന്തിൻ്റെയൊക്കെ ഒരു പിക്ചർ കൊടുത്തിട്ട് അത് ഇന്ന പ്ലാന്റാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു ഗാർഡനിങ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കണ്ടാൽ മനസ്സിലാവുന്ന പല പ്ലാന്റുകളും പലരും കൊടുത്തിരിക്കുന്ന വേറെ എന്തൊക്കെയോ പേരിലേക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഫ്രോഡ് പരിപാടിയാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല പ്ലാന്റുകളൊക്കെ വളർത്താൻ കഴിയട്ടെ. ഒരുപാട് പ്ലാന്റുകൾ വളർന്ന് നിങ്ങളുടെ ഗാർഡൻ വളരെ മനോഹരമായി തീരട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.